ഈ പ്രദേശമാകെ വലിയ ഭീതിയായിരുന്നു. വീണ്ടും വീണ്ടും വെടിയുതിർത്തു. വീണ്ടും വെടിയുതിർത്തിരിക്കുന്നു. കൂടുതൽ വെടിയുതിർത്തിരിക്കുന്ന ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ആക്ഷൻ നടന്നിരിക്കുന്നു. പൂർണ്ണമായും അത് ആക്ഷൻ സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആദ്യം മയക്കുവെടി വെച്ചിരുന്നു എന്നുള്ളതാണ്. അതെ അതെ, അത് അക്രമാസക്തനായതുപോലെയാണ് അവരുടെ ഒരു മൂവ്മെന്റ് കാണുമ്പോൾ തോന്നുന്നത്. ആൽവിൻ, അവർക്ക് മുമ്പിലേക്ക് കടുവ എടുത്ത് ചാടി. ഒരു നിമിഷം അതെടുത്ത് ചാടിയപ്പോഴാണ് അവർ പിന്നിലേക്ക് മാറിയത്. പിന്നീട് തുടർച്ചയായി വെടിയുതിർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഡ്രോൺ ഉൾപ്പെടെ നിർത്തിയുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയാണ്. ഡ്രോൺ പറത്തുകയാണ്. ഇപ്പോഴും കടുവ അവിടെ കൂടുതൽ വെടിവെച്ച് കേൾപ്പിച്ച ശേഷമാണ് ആദ്യം ഇത് വെടിയുച്ച നൽകുകയായിരുന്നു. ഇതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാകാൻ വേണ്ടിയാണ് അത്തരമൊരു നടപടി നടത്തിയത്. ആദ്യം വെടി നൽകിയത് അത് വെടിവെച്ച് സൗണ്ട് ഉണ്ടാക്കുകയായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഇത് മയക്കുവെടി വെച്ചിരിക്കുന്നത്. മയക്കുവെടി 3-4 റൗണ്ടോളം മയക്കുവെടി വെച്ചിട്ടുണ്ട്. അത് ചെറിയ ഡോസുകളിലാണ്. അതിൻ്റെ ജീവന് ഭീഷണി ഉണ്ടാകാത്ത തരത്തിൽ ചെറിയ ഡോസുകളിലാണ് അത് ഉള്ളത്. ഇവർക്ക് നേരെ ആദ്യ വെടി ഏറ്റപ്പോൾ തന്നെ കടുവ അവർക്ക് നേരെ വനവകുപ്പിൻ്റെ പ്രത്യേക സംഘത്തിന് നേരെ പാഞ്ഞെടുത്തു. വെടിവെച്ചതോടുകൂടിയാണ് ഇപ്പോൾ കടുവ അവിടെ നിലത്ത് വീണു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ അവിടെ നിന്ന് ഇത് മയക്കം വന്ന ശേഷം മാത്രം അവിടെ നിന്ന് ഇതിനെ നീക്കം ചെയ്യും. നമുക്ക് കൂടുതൽ വനവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തിത്തരുന്നുണ്ട്. ഇതിന് തൊട്ട് താഴെയായി റോഡാണുള്ളത്. റോഡിലേക്ക് ഇപ്പോൾ നമ്മൾ കാണുന്നത് മറ്റൊരു വാഹനം, അത് കൊണ്ടുപോകുന്നതിന് വേണ്ട വാഹനം അതിന് അടുത്തുള്ള പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാഴ്ചയിൽ മനസ്സിലാകുന്നത്. ഏതായാലും വലിയ ഭീഷണിയാണ് ഇപ്പോൾ ഒരുപക്ഷെ ഒഴിഞ്ഞത്. വളരെ ശാന്തമായ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കടുവയ്ക്ക് മയക്കുവെടി വെച്ചതോടെ ഈ ഭീതി ഒഴിവാകുന്നു. കൂടുതൽ വനവകുപ്പിൻ്റെ സംഘങ്ങൾ തേയിലക്കാട്ടിനുള്ളിലേക്ക് കയറി അങ്ങോട്ടേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ നിന്ന് ഉള്ളിലേക്ക് പോകുന്നു. കടുവ കടക്കുന്ന സ്ഥലത്ത് നിന്ന് എത്രയും വേഗം അതിനെ അവിടെ നിന്ന് തേയിലക്കാട്ടിൽ നിന്ന് മാറ്റി വലയുൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ട് അവിടെ നിന്ന് മാറ്റി നീക്കം ചെയ്ത് കേജിനുള്ളിലേക്കാക്കും. വണ്ടിക്കകത്തുള്ള വാഹനത്തിലുള്ള കേജിനുള്ളിലേക്ക് ആക്കും. അവിടെ നിന്ന് കേജിനുള്ളിൽ ആക്കിയ ശേഷമാകും പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് നമുക്ക് കാണുന്ന കാഴ്ചയിൽ ഇപ്പോൾ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തേയിലക്കാട്ടിലേക്കുള്ളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവർ പല ദിക്കുകളിലായി നേരത്തെ തന്നെ ഇവരെ വിന്യസിച്ചിരുന്നു. പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ ഇവിടെ നിന്ന് പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ ഒരു ആക്ഷൻ, ഒരു ദൗത്യം നടന്നിരിക്കുന്നത്. ഇപ്പോൾ ആ കടുവയെ കാലിന് പരിക്കേറ്റ കടുവയെ ഇപ്പോൾ മയക്കുവെടി വെച്ചുകൊണ്ട് വനംവകുപ്പിൻ്റെ ആ ഉദ്യമം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അവിടെ നിന്ന് ഈ മയങ്ങി വീഴുന്ന കടുവയെ, അല്ലെങ്കിൽ മയക്കത്തിലേക്ക് പോകുന്ന കടുവയെ അവിടെ നിന്ന് വീണ്ടും അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റി അവിടെ നിന്ന് പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകും. അതിന് ചികിത്സ നൽകും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഭീതി ഏതാണ്ട് ഒഴിഞ്ഞു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഇതിനെ ഇവിടെ നിന്ന് മാറ്റുന്നതോടെ ഇപ്പോഴുണ്ടായിരുന്ന ഭീതി അത് ഒഴിയുന്നു. കടുവയെ ഇവിടെ നിന്ന് മാറ്റുന്നു. തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്ക് വലിയ ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായുള്ളത്. മയക്കുവെടി വെച്ചിരിക്കുന്ന 4 റൗണ്ട് മയക്കുവെടിയാണ് വെച്ചത്. ആദ്യം അതിനെ ശബ്ദമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഒരു വെടി മുഴക്കിയത്. അത് ശബ്ദത്തിന് വേണ്ടിയാണ്. അപ്പോൾ അത് മൂവ് ചെയ്ത ശേഷം വീണ്ടും മയക്കുവെടി വെക്കുകയായിരുന്നു. 4-5 റൗണ്ട് മയക്കുവെടി വെച്ച ശേഷമാണ് ഇപ്പോൾ അത് മയങ്ങി വീണിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാഴ്ചയിൽ കാണാൻ കഴിയുന്നത്. ഈ മയക്കുവെടി വെക്കുമ്പോൾ ഇത് കടുവ ഇവർക്ക് നേരെ പാഞ്ഞടുത്ത സമയത്ത് വീണ്ടും വെടിയുതിർക്കുകയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ആ കാഴ്ചയിൽ നമുക്ക് വ്യക്തമാകുന്നത്. ഏതായാലും ഒരു വലിയ ഭീതി ഒഴിവാകുന്നു. വലയ്ക്കുള്ളിലേക്ക് ഈ കടുവയെ ആക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഈ തോട്ടം മേഖലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് വാഹനത്തിൽ കൊണ്ടുവന്ന് അവിടെ നിന്നാവും കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. വടം വെച്ച് കെട്ടിയാണ് ഇതിനെ ഉയർത്തുന്നത്. അതിന് വേണ്ട പ്രത്യേക ഉദ്യോഗസ്ഥർ, അതിന് വിദഗ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വലിയ സംഘമാണ് ഇന്ന്, വനംവകുപ്പിൻ്റെ ഒരു വലിയ സംഘമാണ് ഇന്നിവിടെ ഉണ്ടായിരുന്നത്. അവരാണ് ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. നമ്മൾ കാണുന്ന കാഴ്ചയിൽ തന്നെ അത് വ്യക്തമാണ്. ഡ്രോൺ ഉൾപ്പെടെ നിരീക്ഷണ പറക്കലിലുണ്ടായിരുന്നു. അതേ തുടർന്ന് ആദ്യം ഇവർ പതിയെ അതിനടുത്തേക്ക് വരുന്നു. ആദ്യം ചെറിയ റൗണ്ട് ഒരു ശബ്ദമുണ്ടാക്കുന്ന തരത്തിലൊരു വെടി പൊട്ടിക്കുന്നു. അപ്പോൾ അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ അത് എഴുന്നേക്കാൻ ശ്രമിക്കുന്നു. എഴുന്നേറ്റപ്പോൾ ഇവർ വെടിവെക്കുകയാണ്. ആ സമയത്ത്
സമയത്താണ് കടുവ ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നത്. ആ സമയത്ത് 3-4 റൗണ്ട് തുരുതുരെ മയക്കുവെടി വെക്കുകയും കൂടിയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആ കാഴ്ചയിൽ കണ്ടത്. ഏതായാലും വലിയ ഭീതി ഒഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കടുവയെ എത്രയും വേഗം ഈ മയക്കത്തിലേക്ക് പോകുന്ന കടുവയെ എത്രയും വേഗം വടം കെട്ടി വലയിൽ നിന്ന് ഉയർത്തി മാറ്റും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതെ, അതിനെ അവരവിടെ നിന്ന് ചുമന്നുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഉയർത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് കാണുന്നത്. ഒരുപക്ഷെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്താൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്താൽ ഒരു പക്ഷേ ഈ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാൻ കഴിയും.